ബെൻസീനിൽ നിന്ന് ഡയറക്റ്റ് അയഡോ ബെൻസീനോ ഫ്ലൂറോ ബെൻസീനോ ഉണ്ടാക്കാൻ സാധിക്കില്ല. എന്നാൽ ബെൻസീൻ ഡൈസോണിയം സോൾട്ട് ഉപയോഗിച്ച് ഈസിയായി ഇത്തരം കോമ്പൗണ്ട്സ് നിർമ്മിക്കാൻ സാധിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡൈസോണിയം സോൾട്സിനെ കുറിച്ചാണ്. RN2Cl എന്ന ജനറൽ ഫോർമുലയുള്ള കോമ്പൗണ്ട്സിനെയാണ് ഡൈസോണിയം സോൾട്സ് എന്ന് പറയുന്നത്. ഡൈസോണിയം സോൾട്സിൻ്റെ ജനറൽ ഫോർമുല എഴുതാം RN2X നെഗറ്റീവ്. ഇവിടെ R എന്നാൽ ഒരു ആൽക്കൈൽ ഗ്രൂപ്പോ അരൈൽ ഗ്രൂപ്പോ ആയിരിക്കും. N2 എന്നാൽ N ട്രിപ്പിൾ ബോണ്ട് N ഉണ്ടായിരിക്കും. X നെഗറ്റീവ് എന്നാൽ അത് ക്ലോറൈഡോ ബ്രോമൈഡോ ഹൈഡ്രജൻ സൾഫേറ്റോ അതല്ലെങ്കിൽ ഫ്ലൂറോ ബോറേറ്റോ ആകാം. നമ്മൾ ഡൈസോണിയം സോൾട്സിനെ നെയിം ചെയ്യുന്നത് പേരൻ്റ് ഹൈഡ്രോ കാർബണിൻ്റെ പേരുമായി ബന്ധപ്പെട്ടാണ്. പേരൻ്റ് ഹൈഡ്രോ കാർബണിൻ്റെ പേരിനൊപ്പം ഡൈസോണിയം സോൾട്ട് എന്ന വാക്ക് ചേർത്താൽ മതിയാകും. ഉദാഹരണമായി C6H5N2Cl. നമുക്കറിയാം പേരൻ്റ് ഹൈഡ്രോ കാർബൺ ബെൻസീനാണ്. അതുകൊണ്ട് ഈ ഡൈസോണിയം സോൾട്ടിൻ്റെ പേര് ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് എന്നാണ്. ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഒരു ഡൈസോണിയം സോൾട്ട് പ്രിപ്പയർ ചെയ്യുന്നത് പ്രൈമറി അമീനിൽ നിന്നുമാണ്. പ്രൈമറി അമീനെ വെരി ലോ ടെമ്പറേച്ചറിൽ നൈട്രസ് ആസിഡുമായി ട്രീറ്റ് ചെയ്യാൻ അനുവദിച്ചാൽ മതിയാകും. ആ ഇൻസ്റ്റൻറ്റിൽ ഫോം ചെയ്യുന്ന നൈട്രസ് ആസിഡ് ആയിരിക്കണം. അതുകൊണ്ട് സോഡിയം നൈട്രൈറ്റിൻ്റെയും ഡൈലൂട്ട് HClൻ്റെയും മിക്സ്ചറുമായി ലോ ടെമ്പറേച്ചറിൽ ട്രീറ്റ് ചെയ്യാൻ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. സോ വെൻ അനിലീൻ C6H5NH2 അനിലീൻ ഈസ് ട്രീറ്റഡ് വിത്ത് സോഡിയം നൈട്രൈറ്റ് NaNO2 ആൻഡ് dilute hydrochloric acid at low temperature 273 to 278 Kelvin ടെമ്പറേച്ചറിൽ ട്രീറ്റ് ചെയ്യാൻ അനുവദിച്ചാൽ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് ഉണ്ടാകും. C6H5N2Cl ഉണ്ടാകുന്നു. ഈ റിയാക്ഷനെ ഡൈ അസോറ്റൈസേഷൻ റിയാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. സോ ഡൈസോണിയം സോൾട്സ് ഉണ്ടാക്കുന്നത് ഡൈ അസോറ്റൈസേഷൻ റിയാക്ഷൻ വഴിയാണ്. ഇവിടെ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് പ്രിപ്പയർ ചെയ്യുന്നതിനായി അനിലീനെ ലോ ടെമ്പറേച്ചറിൽ സോഡിയം നൈട്രൈറ്റും ഡൈലൂട്ട് HClലുമായി ട്രീറ്റ് ചെയ്യുന്നു. ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡും മറ്റു ഡൈസോണിയം സോൾട്സും ഒട്ടും തന്നെ സ്റ്റേബിൾ അല്ല. അതുകൊണ്ട് ഓരോ സിറ്റുവേഷനിലും ആവശ്യമായ ഡൈസോണിയം സോൾട്സ് ആ സമയത്ത് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആലിഫാറ്റിക് ഡൈസോണിയം സോൾട്സ് മോർ റിയാക്റ്റീവാണ്. എന്നാൽ അരോമാറ്റിക് ഡൈസോണിയം സോൾട്സ് കുറേ കൂടി സ്റ്റേബിളാണ്. റെസൊണൻസ് സ്റ്റെബിലിറ്റി ഉള്ളതുകൊണ്ടാണ് ഇത് മോർ സ്റ്റേബിൾ ആയിരിക്കുന്നത്. ബെൻസീൻ ഡൈസോണിയം സോൾട്ട് ഉപയോഗിച്ച് നമുക്ക് വ്യത്യസ്തങ്ങളായ അരോമാറ്റിക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ സാധിക്കും. എങ്ങനെയാണ് വ്യത്യസ്തങ്ങളായ അരോമാറ്റിക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബെൻസീൻ ഡൈസോണിയം സോൾട്ട് രണ്ട് തരം റിയാക്ഷൻസ് ആണ് തരുന്നത്. ഒന്ന്, ആ ബെൻസീൻ ഡൈസോണിയം സോൾട്ടിലെ ആ N2 ഗ്രൂപ്പ് റീപ്ലേസ് ചെയ്യുന്ന തരം റിയാക്ഷൻസ്. അതായത് N2Cl എന്ന ആ ഗ്രൂപ്പ് മാറി അവിടെ ക്ലോറിനോ ബ്രോമിനോ അയഡിനോ അതല്ലെങ്കിൽ സയനോ അല്ലെങ്കിൽ നൈട്രോ പോലുള്ള ഗ്രൂപ്പ് വരുന്ന റിയാക്ഷൻസ്. രണ്ടാമത്തെ റിയാക്ഷൻസ് ഇവിടെ ഡൈ അസോ ഗ്രൂപ്പ് റീറ്റെയിൻ ചെയ്യുന്ന അഥവാ നിലനിർത്തുന്ന റിയാക്ഷൻസ്. അതായത് N2 ഗ്രൂപ്പ് നിലനിർത്തുന്ന റിയാക്ഷൻ. നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ബെൻസീൻ ഡൈസോണിയം സോൾട്ടിലെ അസോ ഗ്രൂപ്പ് ഡൈ അസോ ഗ്രൂപ്പ് റീപ്ലേസ് ചെയ്യുന്ന ആ റിയാക്ഷൻസ് ആണ്. ഒന്നാമത്തെ റിയാക്ഷനിൽ ബ്രോമോ ബെൻസീൻ അതല്ലെങ്കിൽ
ക്ലോറോബെൻസീൻ അതല്ലെങ്കിൽ സയനോബെൻസീൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിനെ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് C6H5N2Cl ആണ്. ഇതിനെ ഹൈഡ്രജൻ ഹാലൈഡ് HCl അല്ലെങ്കിൽ HBr അല്ലെങ്കിൽ ഹൈഡ്രജൻ സയനൈഡ് HCN-മായി കോപ്പർ 1 പോസിറ്റീവ് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലോ ടെമ്പറേച്ചറിലാണ് ഈ റിയാക്ഷൻ നടത്തുന്നത്. സേ ഇറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് HCl അല്ലെങ്കിൽ HBr അതല്ലെങ്കിൽ HCN in presence of copper 1 salt. So product obtained is chlorobenzene C6H5Cl ആണ് ഇവിടെ പ്രോഡക്റ്റ് കിട്ടുന്നത്. ഇവിടെ HBrമായാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ബ്രോമോബെൻസീൻ കിട്ടും. HCN-യുമായാണ് റിയാക്ട് ചെയ്യാൻ അനുവദിക്കുന്നതെങ്കിൽ നമുക്ക് സയനോബെൻസിനാണ് കിട്ടുന്നത്. ഈ റിയാക്ഷൻ നമ്മൾ ഹാലോ ആൽക്കീൻസ് എന്ന ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. ഈ റിയാക്ഷനെ വിളിക്കുന്നത് സാൻമെയേഴ്സ് റിയാക്ഷൻ എന്നാണ്. സാൻമെയേഴ്സ് റിയാക്ഷനിൽ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിനെ ഹൈഡ്രജൻ ഹാലൈഡുമായി കുപ്രസ് ഹാലൈഡിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യാൻ അനുവദിക്കുന്നു. നമുക്ക് പക്ഷേ എക്സാമിന് വരുന്ന ചോദ്യം എങ്ങനെയായിരിക്കും? ഹൗ വിൽ യു കൺവേർട്ട് അനിലീൻ ടു ക്ലോറോബെൻസീൻ? അനിലീനെ എങ്ങനെയാണ് ക്ലോറോബെൻസീനായി കൺവേർട്ട് ചെയ്യുന്നത്? നമ്മളവിടെ ശ്രദ്ധിക്കണം, അനിലീനെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി ക്ലോറോബെൻസീൻ ഉണ്ടാക്കാൻ സാധിക്കില്ല. അനിലീനെ ആദ്യം ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡായി കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി അനിലീനെ നൈട്രസ് ആസിഡുമായി അഥവാ സോഡിയം നൈട്രൈറ്റിൻ്റെയും HCl-ൻ്റെയും മിശ്രമായി ലോ ടെമ്പറേച്ചറിൽ റിയാക്ട് ചെയ്യാൻ അനുവദിക്കുന്നു. അപ്പോൾ നമുക്ക് ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് കിട്ടുന്നു. ആ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിനെ സാൻമെയേഴ്സ് റിയാക്ഷന് വിധേയമാക്കിയാലാണ് ക്ലോറോബെൻസീൻ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ക്ലോറോബെൻസീൻ അല്ലെങ്കിൽ ബ്രോമോബെൻസീൻ അല്ലെങ്കിൽ സയനോബെൻസീൻ പ്രിപ്പയർ ചെയ്യാൻ നമ്മളിവിടെ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിനെ ഹൈഡ്രജൻ ഹാലൈഡുമായി കോപ്പർ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലും ട്രീറ്റ് ചെയ്താൽ മതിയാകും. അപ്പോഴും നമുക്ക് സെയിം പ്രോഡക്റ്റ് കിട്ടും. ആ റിയാക്ഷൻ അറിയപ്പെടുന്നത് ഗട്ടർമാൻ റിയാക്ഷൻ എന്നാണ്. സോ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് C6H5N2Cl, it is treated with HCl in presence of copper catalyst. So product obtained is ക്ലോറോബെൻസീൻ. ഇവിടെ HBrമായാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ബ്രോമോബെൻസീൻ കിട്ടും. HCN-യുമായി ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സയനോബെൻസീൻ കിട്ടും. ഈ റിയാക്ഷൻ അറിയപ്പെടുന്ന ഗട്ടർമാൻ റിയാക്ഷൻ എന്നാണ്. നമ്മൾ ഒന്നുകൂടി റിയാക്ഷൻ ശ്രദ്ധിക്കുക. അനിലീനിൽ നിന്ന് നമുക്ക് ക്ലോറോബെൻസീൻ പ്രിപ്പയർ ചെയ്യാനായി ആദ്യം അനിലീനെ ഡയസറ്റൈസേഷൻ റിയാക്ഷന് വിധേയമാക്കണം. അതായത് അവിടെ അനിലീനെ നൈട്രസ് ആസിഡുമായി ലോ ടെമ്പറേച്ചറിൽ ട്രീറ്റ് ചെയ്യുന്നു. അങ്ങനെ കിട്ടുന്ന ആ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിനെ ഒന്നുകിൽ സാൻമെയേഴ്സ് റിയാക്ഷന് വിധേയമാക്കുന്നു, അതല്ലെങ്കിൽ ഗട്ടർമാൻ റിയാക്ഷന് വിധേയമാക്കിയാൽ ക്ലോറോബെൻസീനോ അതല്ലെങ്കിൽ ബ്രോമോബെൻസീനോ കിട്ടുന്നു. ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിൽ നിന്നും എങ്ങനെയാണ് ഫ്ലൂറോബെൻസീനും അയോഡോബെൻസീനും നിർമ്മിക്കുന്നത് നമുക്ക് നോക്കാം. അയോഡോബെൻസീൻ നിർമ്മിക്കുന്നതിനായി ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിനെ പൊട്ടാസ്യം അയോഡൈഡുമായി ട്രീറ്റ് ചെയ്താൽ മതിയാകും. ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിനെ പൊട്ടാസ്യം അയോഡൈഡുമായി ട്രീറ്റ് ചെയ്താൽ അയോഡോബെൻസീൻ കിട്ടും. ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിൽ നിന്നും ഡയറക്റ്റായി ഫ്ലൂറോബെൻസീൻ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കില്ല. ഫ്ലൂറോബെൻസീൻ പ്രിപ്പയർ ചെയ്യുന്നതിനായി ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിനെ ഫ്ലൂറോ ബോറിക് ആസിഡുമായി ട്രീറ്റ് ചെയ്യുന്നു. അവിടെ കിട്ടുന്ന ബെൻസീൻ ഡൈസോണിയം ഫ്ലൂറോ ബോറേറ്റിനെ ഹീറ്റ് ചെയ്താൽ അത് ഫ്ലൂറോബെൻസീനായി മാറിക്കൊള്ളും. സോ ഫ്ലൂറോബെൻസീൻ പ്രിപ്പയർ ചെയ്യാനായി ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് C6H5N2Cl
ഇറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് ഫ്ലൂറോബോറിക് ആസിഡ് HbF4. ഫ്ലൂറോബോറിക് ആസിഡുമായി ട്രീറ്റ് ചെയ്യുന്നു. സോ നമുക്കവിടെ ബെൻസീൻ ഡൈസോണിയം ഫ്ലൂറോബോറേറ്റ് കിട്ടുന്നു. ഇതിനെ ഹീറ്റ് ചെയ്താൽ ഇത് ഡിക്കമ്പോസ് ചെയ്ത് ഫ്ലൂറോബെൻസീൻ ഉണ്ടാകും. അയഡോബെൻസീനും ഫ്ലൂറോബെൻസീനും നിർമ്മിക്കുന്ന രീതി ഒന്നുകൂടി ശ്രദ്ധിക്കുക. അയഡോബെൻസീൻ നിർമ്മിക്കാനായി ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിനെ പൊട്ടാസ്യം അയഡൈഡുമായി ട്രീറ്റ് ചെയ്യുന്നു. ഫ്ലൂറോബെൻസീൻ നിർമ്മിക്കുന്നതിനായി ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിനെ ഫ്ലൂറോബോറിക് ആസിഡുമായി ട്രീറ്റ് ചെയ്യുന്നു. അവിടെ ബെൻസീൻ ഡൈസോണിയം ഫ്ലൂറോബോറേറ്റ് കിട്ടുന്നു. അത് ഡിക്കമ്പോസ് ചെയ്ത് ഫ്ലൂറോബെൻസീനായി മാറുകയാണ് ചെയ്യുന്നത്. ഇതേ രീതിയിൽ നമുക്ക് നൈട്രോബെൻസീനും നിർമ്മിക്കാം. നൈട്രോബെൻസീൻ നിർമ്മിക്കുന്നതിനായി ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിനെ N2C6H5N2Cl ഇതിനെ ഫ്ലൂറോബോറിക് ആസിഡുമായി ട്രീറ്റ് ചെയ്യുന്നു. സോ ബെൻസീൻ ഡൈസോണിയം ഫ്ലൂറോബോറേറ്റ് കിട്ടുന്നു, BF4 നെഗറ്റീവ്. ഇറ്റ് ഈസ് ഹീറ്റഡ് ഇൻ പ്രസൻസ് ഓഫ് കോപ്പർ കാറ്റലിസ്റ്റ്. ആൻഡ് സോഡിയം നൈട്രൈറ്റ്. സോഡിയം നൈട്രൈറ്റിൻ്റെയും കോപ്പർ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്താൽ നമുക്കവിടെ നൈട്രോ ബെൻസീൻ കിട്ടും. സോ നൈട്രോ ബെൻസീൻ പ്രിപ്പയർ ചെയ്യാനായി ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിനെ ഫ്ലൂറോബോറിക് ആസിഡുമായി ട്രീറ്റ് ചെയ്ത് ബെൻസീൻ ഡൈസോണിയം ഫ്ലൂറോബോറേറ്റ് ഉണ്ടാക്കുന്നു. അതിനെ സോഡിയം നൈട്രൈറ്റ് ചേർത്ത് ഹീറ്റ് ചെയ്യുന്നു കോപ്പർ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ. സോ നൈട്രോ ഗ്രൂപ്പ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടും. ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിൽ നിന്നും ഫിനോളും ബെൻസീനും നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് എക്സാമിനേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിൽ നിന്നും ബെൻസീൻ നിർമ്മിക്കുന്നതിനായി മൈൽഡ് റെഡ്യൂസിങ് ഏജൻ്റായ ഹൈപ്പോഫോസ്ഫറസ് ആസിഡ് അതല്ലെങ്കിൽ എഥനോൾ ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്താൽ മതിയാകും. സോ വെൻ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് ഈസ് treated with a mild reducing agent hypophosphorus acid H3PO2 and water. ഇതിന് പകരം എഥനോൾ യൂസ് ചെയ്താലും മതിയാകും. സോ അവിടെ N2Cl റീപ്ലേസ് ചെയ്ത് H വന്നുകൊള്ളും. സോ ബെൻസീനാണ് പ്രോഡക്റ്റ് കിട്ടുന്നത്. സോ ബെൻസീൻ പ്രിപ്പയർ ചെയ്യുന്നതിനായി ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിനെ മൈൽഡ് റെഡ്യൂസിങ് ഏജൻ്റായ ഹൈപ്പോഫോസ്ഫറസ് ആസിഡുമായി അതല്ലെങ്കിൽ എഥനോളുമായി ട്രീറ്റ് ചെയ്താൽ മതിയാകും. ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിൽ നിന്നും ഫിനോൾ പ്രിപ്പയർ ചെയ്യുന്നതിനായി അതിനെ വാട്ടർ ചേർത്ത് വാം ചെയ്താൽ മതിയാകും. അതായത് 283 കെൽവിനിൽ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഫിനോളായി കൺവേർട്ട് ചെയ്യും. ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിനെ വാട്ടർ ചേർത്ത് വാം ചെയ്താൽ അത് ഫിനോളായി മാറും. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആണ്. അത് വളരെ പെട്ടെന്ന് ഫിനോളായി കൺവേർട്ട് ചെയ്യുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡൈസോണിയം സോൾട്ടിലെ അസോ ഗ്രൂപ്പ് റീറ്റെയിൻ ചെയ്യുന്ന അഥവാ നിലനിർത്തുന്ന റിയാക്ഷൻസ് ആണ്. ഇതിനെ കപ്ലിംഗ് റിയാക്ഷൻസ് എന്നാണ് പറയുന്നത്. ഇവിടെ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിനെ ഫിനോളുമായി അതല്ലെങ്കിൽ അനിലൈനുമായി ട്രീറ്റ് ചെയ്യുന്നു. നമുക്കവിടെ ഡൈ ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ആദ്യം ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിനെ ഫിനോളുമായി ട്രീറ്റ് ചെയ്യുന്നു. ഇവിടെ രണ്ട് കോൺജുഗേറ്റഡ് സിസ്റ്റംസ് കപ്പിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ റിയാക്ഷൻസിനെ കപ്ലിംഗ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഫിനോളിലെ എച്ചും ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിലെ Clലും കൂടി HCl ആയി റിമൂവ് ചെയ്യപ്പെടുന്നു. ഇത് ബേസിക് മീഡിയത്തിലാണ് റിയാക്ഷൻ നടത്തുന്നത്. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എഴുതാൻ സാധിക്കും. N ഡബിൾ ബോണ്ട് N ശരിക്ക് ഫിനോളിൻ്റെ പാരാ പൊസിഷനിൽ ബെൻസീൻ
ഡൈസോണിയം ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഈ പ്രോഡക്റ്റിനെ പാര ഹൈഡ്രോക്സി അസോ ബെൻസീൻ എന്നാണ് വിളിക്കുന്നത്. പാരാ ഹൈഡ്രോക്സി അസോ ബെൻസീൻ. ഇത് ഓറഞ്ച് കളറുള്ള ഒരു ഡൈ ആണ്. ഇതേപോലെ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിനെ അനിലിനുമായി ട്രീറ്റ് ചെയ്യുന്നു. ഇത് അസിഡിക് മീഡിയത്തിലാണ് റിയാക്ഷൻ നടത്തുന്നത്. HCl റിമൂവ് ചെയ്യപ്പെടും. സോ അനിലിൻ്റെ പാരാ പൊസിഷനിൽ ബെൻസീൻ ഡൈസോണിയം ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പോലെ തോന്നും. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് N ഡബിൾ ബോണ്ട് N, ഈ കമ്പൗണ്ട് നെയിം പാര അമീനോ അസോ ബെൻസീൻ എന്നാണ്. ഇത് യെല്ലോ കളറുള്ള ഒരു ഡൈ ആണ്. സോ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് രണ്ട് തരം റിയാക്ഷൻസ് ആണ് തരുന്നത്. ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിലെ അസോ ഗ്രൂപ്പ് റീപ്ലേസ് ചെയ്യുന്ന റിയാക്ഷൻ നമ്മൾ ആദ്യം കണ്ടു. ക്ലോറോ ബെൻസീൻ, ബ്രോമോ ബെൻസീൻ, ഫ്ലൂറോ ബെൻസീൻ, നൈട്രോ ബെൻസീൻ, ഫിനോൾ, അതുപോലെ ബെൻസീൻ തുടങ്ങിയ പ്രോഡക്ട്സ് നമുക്ക് അവിടെ ഉണ്ടാക്കാം. രണ്ടാമത്തെ റിയാക്ഷൻ ഇവിടെ അസോ ഗ്രൂപ്പ് റീറ്റെയിൻ ചെയ്യുന്ന റിയാക്ഷൻ, അത് കപ്ലിംഗ് റിയാക്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ നമുക്ക് പാരാ ഹൈഡ്രോക്സി അസോ ബെൻസീൻ, പാരാ അമിനോ അസോ ബെൻസീൻ തുടങ്ങിയ ഡൈ ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്.